ആഴിൻ ആഴങ്ങളിൽ ഓരോ തിരയും കടന്നെത്തുന്ന മത്സ്യയാനങ്ങൾ. ഇത് ദൃശ്യങ്ങൾ മാത്രമല്ല, ജീവിതങ്ങളുമാണ്. മത്സ്യത്തൊഴിലാളിയുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിൻ ആഴങ്ങളിൽ ഇത് ക്ലീറ്റസ് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ച് മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി അനുഭവ സമ്പത്തുള്ള മത്സ്യത്തൊഴിലാളിയാണ്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ക്ലീറ്റസ്. എൻ്റെ പേര് ക്ലീറ്റസ് എന്നാണ്. ഞാൻ ശക്തികുളങ്ങരക്കാരനാണ്. ഇപ്പോൾ താമസിക്കുന്ന സുനാമി ഫ്ലാറ്റിലാണ്. 16 വർഷമായി ഇവിടെ താമസമായിട്ട്. 15 വയസ്സ് മുതൽ മത്സ്യത്തൊഴിലാളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത 1 വർഷം കൊണ്ട് പാതിരിക്കുകയാണ് സുഖമില്ലാതെ. ഞാൻ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. ഞാൻ അപ്പൻ്റെ കൂടെ വീട്ടിൽ നിന്നപ്പോൾ അപ്പൻ വിളിച്ചുകൊണ്ട് നീ പഠിക്കാനോ പോകുന്നില്ലല്ലോ. അപ്പോൾ അപ്പൻ പറഞ്ഞു മത്സ്യബന്ധനത്തിൻ്റെ പാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പൻ്റെ കൂടെ പോയാണ് ഈ മത്സ്യബന്ധനത്തിൻ്റെ പണിയെല്ലാം പഠിച്ചതും കടലിൽ ശീലമായതും. പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ പഠിക്കാൻ പാകത്തിന് അപ്പൻ വിളിച്ചുകൊണ്ട് പോയത് ആ പണിക്ക് മീൻ പിടിക്കാനായിട്ട്. പഠിക്കാൻ കൊള്ളത്തില്ലെന്ന് മനസ്സിലായി. അല്ല, മീൻ പിടിക്കാൻ കൊണ്ടുപോയി മീൻ പിടുത്തം കാണിച്ചു തന്ന് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അവരെ കൂടെ പോയി ഒരേ പണി പഠിച്ചെടുത്തു. മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നും വല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം പഠിച്ചെടുത്ത് അവരെ കൂടെ പോയി കുറച്ച് നാൾ അവരുടെ കൂടെ പോയി തീർന്ന് പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി. വള്ളത്തിൽ കയറിയപ്പോഴേ ഒരു ഭയം തോന്നി. അന്നേരം അപ്പൻ പറഞ്ഞു തന്ന മോനെ കർത്താവിനെ വിളിച്ച് പറഞ്ഞാൽ മതി, കർത്താവെ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന പഠിച്ചുകൊണ്ടാണ് വള്ളം പോയത്. വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോഴും അതിന് പ്രാർത്ഥനയില്ലാണ് കടലിൽ നിന്ന് കരയോട്ട് വരാൻ ആവത്ത് കൂടാതെ കരയാക്കണമെന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥന പഠിക്കുമ്പം നമുക്കൊരു ധൈര്യമാണ്. ധൈര്യമായിട്ട് പിന്നെ എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ഭയമില്ലായിരുന്നു, ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ എല്ലാം ദൈവത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്നത്. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അങ്ങനെ ഈ ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പ്രായത്തിൽ ബോട്ടിൽ പോയി വള്ളത്തിൽ നിന്ന് മാറി ബോട്ടിൽ പോയപ്പോൾ ഈ കടലിൽ പോകുന്ന ഇടവമാസത്തിൽ കടലിൽ പോകുമ്പോൾ ഭയങ്കരമായ കോളുണ്ടാകും. അന്നേരം പേടിക്കും. അന്നേരം ദൈവത്തിനെ വിളിക്കും, കർത്താവെ കാത്തുരക്ഷിക്കണമെന്നും പറഞ്ഞ്. ഒരു ദിവസം രാവിലെ മീൻ പിടിക്കാൻ പോകാനായിട്ട് പുറപ്പെട്ടു വീണുമ്പോൾ കാറ്റ് വീണ്. അന്നേരം ഒരു ഭയം തോന്നി. അന്നേരം ഈ കടലിന് ക്ഷോഭം ഉണ്ടായി. മാരി പൊങ്ങി കടൽ പൊങ്ങി വന്നപ്പോഴത്തേന് പേടിച്ചപ്പോൾ കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് അത് ശാന്തമാക്കി തന്ന് ഞങ്ങളെ രക്ഷിച്ച് കരക്കൊണ്ടുവന്നു. കര വന്നടിക്കുമ്പോഴേ നമ്മൾ വള്ളത്തിൽ ഇങ്ങനെ എവിടെയും നല്ല പടിയിൽ എവിടെയൊക്കെ കയറി വിരലായി പിടിച്ചിരിക്കും, മറിഞ്ഞ് പാതിരിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കരയുടെ കൂടെ വള്ളവുമായിട്ട് ഇഞ്ഞ് വരും. ബോട്ടൊക്കെ ആകുമ്പോൾ വേറെ പോസ്റ്റൊക്കെ ഉണ്ട്, ബോട്ടിലൊക്കെ കയറി പോസ്റ്റൊക്കെ പിടിച്ചോണ്ടിരിക്കാം. വള്ളത്തിൽ അതൊന്നുമില്ല. വള്ളത്തിൽ പടി മാത്രമേ ഉള്ളൂ. അതിൽ പിടിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിനെ വിളിച്ച വിളി ദൈവം കേട്ടു. നമ്മൾ ദൈവമായിട്ട് നമ്മളെ കൊണ്ടുവന്ന് കര കൊണ്ടുവന്ന് എത്തിച്ചു. വെളുപ്പിലെ 3 മണി മുതൽ ചെറിയ മഴയും കാറ്റുമായിരുന്നു ജൂൺ 5 തുടങ്ങുന്നത്. അതങ്ങനെ നിന്നുകൊണ്ട് കൂടി ഭയങ്കരമായ ചുഴലിക്കാറ്റും പേമാരിയുമായിരുന്നു കടലിൽ മൊത്തം. ഞങ്ങൾ കടലിൽ കിടക്കുകയായിരുന്നു, ഉൾക്കടലിൽ കിടക്കുകയായിരുന്നു. 28 ഭാഗം വെള്ളത്തിൽ കിടക്കുകയായിരുന്നു ബോട്ടുമായിട്ട്. വല വലിച്ചുകൊണ്ട് നിന്ന് ഇത് ശാന്തമാവാഞ്ഞിട്ട് ഞങ്ങൾ വല എങ്ങനെയെങ്കിലും എടുത്ത് പിടിച്ച് ബോട്ടിൽ കയറ്റിക്കൊണ്ട് ബോട്ട് ഓടിച്ച് വരാൻ നേരത്ത് ബോട്ടിൻ്റെ ചുക്കായം പോയി. പിന്നെ ചുക്കായം ഇല്ലാതെ ആ ബോട്ട് ഓടിച്ച് ഈ മാലിനെ കടലിനെ നിയന്ത്രിച്ച് അങ്ങനെ നിർത്തി അവിടെ നിന്ന്. വൈകുന്നേരം 5 മണി ആയപ്പോൾ ഇത് ശാന്തമായി ഇങ്ങനെ കടൽ വരുന്നതല്ലാതെ വലിയ കാറ്റും മഴയൊന്നുമില്ല. ഓളം അടിച്ചങ്ങനെ കിടക്കുകയാണ്. അവിടെ ഞങ്ങൾ ആങ്കർ ഇട്ട് അവിടെ കിടന്ന് പിറ്റേന്ന് നേരം ഇവിടുന്ന്
പോർട്ടിനകത്ത് നിന്ന് ജീവരക്ഷൻ ടക്കെന്ന് പറഞ്ഞ ടക്കുണ്ടായിരുന്നു. അത് രാത്രി വന്നിട്ട് ഞങ്ങളുടെ പിറ്റേന്ന് വരുന്നത് നേരം വെളുത്ത് ഒരു 8 മണിയായപ്പോഴാണ് വന്നത്. ഞങ്ങൾക്ക് അന്നേരം തോന്നിയത് കപ്പലാണ് വരുന്നതെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കപ്പൽ പോയി തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ജോലിക്കാരോട് പറഞ്ഞു. അങ്ങനെ ജോലിക്കാർ ഞങ്ങളെല്ലാവരും ഒരുപോലെ ബോട്ടിനകത്ത് കുത്തിയിരിക്കുകയാണ്. എന്നാൽ ട്രക്ക് വന്ന് ഞങ്ങളെ അടുപ്പിച്ച് ഞങ്ങളുടെ ബോട്ടിനെ കെട്ടി പിന്നെയും ഉൾക്കടലിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് പിന്നെ എല്ലാവരുടെയും ബഹളമൊക്കെ ഇട്ട് നിലവിളിയൊക്കെ നടത്തി ട്രക്കിൻ്റെ റോപ്പ് കുത്തി കളഞ്ഞും കൊണ്ട് ഞങ്ങൾ തിരിച്ച് ഒരു രീതിയിൽ ബോർഡൊക്കെ ഇറക്കി വെച്ച് ബോട്ട് നിലയിൽ നിന്ന് ഓടാൻ വേണ്ടി ബോർഡൊക്കെ ഇറക്കി വെച്ച് ഞങ്ങൾ തെക്കോട്ട് ഓടി വരുമ്പോൾ 2 ബോട്ട് ഞങ്ങളെ തിരക്ക് വന്ന് ഞങ്ങളെ വന്ന് പിടിച്ച് കെട്ടി. ഞങ്ങൾ 3 ബോട്ടും കൂടാണ് പെട്ടയ്ക്ക് കെട്ടി ഓടി. അഴിക്കാത്തത് ഭയങ്കരമായ കടലായിരുന്നു. കടലിൽ നിന്നൊക്കെ ആ ബോട്ട് 3 കൂടെ ഓടി രക്ഷപ്പെട്ട് മറിയാതെ കായലിനകത്ത് കയറി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുട്ടിപ്പാട്ട് വിളിക്കുന്ന ഞങ്ങളുടെ ശക്തിയുടെ പള്ളിയിരിക്കുന്ന ജോൺ പൊട്ട പുണ്യാളനെയാണ്. അങ്ങേരാണ് ഈ പാതുകാവലായിട്ട് ഞങ്ങളുടെ പള്ളിയിലിരിക്കുന്നത്. അങ്ങേര് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നത് നല്ല ധൈര്യവും ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഏത് വേലയ്ക്ക് പോയാലും അങ്ങേരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോകത്തുള്ളൂ. ദൈവത്തിനെ വിളിക്കാതെ ഞങ്ങൾ പോകത്തില്ല. ദൈവമെന്നും പറഞ്ഞാൽ വള്ളത്തിലായാലും ബോട്ടിലായാലും കാലെടുത്ത് വെക്കത്തുള്ളൂ. കാത്തുരക്ഷിക്കണമെന്നും പറഞ്ഞാൽ ഞങ്ങൾ കയറത്തുള്ളൂ. ഞങ്ങളെ തിരിച്ച് കരക്കൊണ്ട് വരണം, അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞേ പോകത്തുള്ളൂ. രാവിലെ കാപ്പുടിക്കാട്ടൊക്കെ ഇരുന്നപ്പം തെക്കുന്നൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഓടി വരുന്നു, കടൽ കയറുന്നെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ശക്തിനില പള്ളിയെടുത്തും വളയത്തോവ് പള്ളിയെടുത്തൊക്കെ ഈ കടൽ കയറിയെന്നും പറഞ്ഞ് വള്ളം തമ്മിൽ താൻ കൂട്ടിയടിച്ച് പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഓടി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടി സീവാളിൻ്റെ പുറത്ത് കയറി നിൽക്കുമ്പോൾ തെക്കുന്ന് ഒരു മല വരുന്നതൊക്കെ ഈ കടൽ വന്നത് കണ്ടത്. ഈ നമ്മൾ കണ്ടതേ ഉള്ളൂ. അതിനാ വെച്ച് അതിഞ്ഞ് വന്നു കഴിഞ്ഞ് വടക്കോട്ട് വന്നു കഴിഞ്ഞ് പോയി ആലപ്പാടൊക്കെ കയറി അങ്ങ് നശിപ്പിച്ച് അങ്ങനെ പോയത്. ഒരു പേമാരി വന്നോണക്കാണ് തോന്നിയത്. അന്നേരം ആരും അപകടം ഒന്നുമില്ലായിരുന്നു. 2 ആൾ മരിച്ചു, ഒരാൾ മരിച്ചു. വെള്ളം ഈ കടലിനടിച്ച് പെരയ്ക്കകത്ത് അടിച്ചു വിട്ടിട്ട് ഈ കല്ലിൻ്റെ അടുത്തോട് കൊണ്ടുപോയി അയാളൊരു സ്ത്രീ മരിച്ചായിരുന്നു. ബാക്കിയൊക്കെ ആൾക്കാർ ഉരുണ്ടയും പിടിച്ചോ കല്ലിൽ കയറിയൊക്കെ കല്ലിലൊക്കെ ചെന്ന് അടിച്ചോ മുട്ടയൊക്കെ നിന്നത്. ഞങ്ങളൊക്കെ തെങ്ങിപ്പിടിച്ചുകൊണ്ട് നിന്നത്. ഈ സുനാമി വെള്ളം ഇറങ്ങിപ്പോയി തീരുന്നവരെ വെള്ളം ഉടനെ തന്നെ കടലിലോട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ഇത്രയും പൊക്കത്തിലുണ്ടായിരുന്നു വെള്ളം. ആ വെള്ളം അങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. കടലിലോട്ട് തന്നെ പെട്ടെന്ന് തന്നെ സീവാളിൻ്റെ പാറയുടെ ഇടയിൽ കൂടെ അങ്ങനെ വെള്ളം എല്ലാ 4 വാക്കിനൂടെ അങ്ങ് പോയി. പിന്നെ ഇതുവരെ സുനാമി വന്നിട്ടില്ല. ഞങ്ങൾ മുളങ്കാടത്ത് ശാലിയ സ്കൂളിലൊക്കെ പോയി കടന്നത് സുനാമി കയറുമ്പോൾ സർക്കാരായിട്ട് കൊണ്ട് കടത്തിയതാണ്. പെണ്ണുങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് കൈയും പൂട്ടിയെന്ന് മുട്ടപ്പാട്ട് നിലവിളിച്ചോ ദൈവത്തിന് കാത്തുരക്ഷിക്കണമെന്നും പറഞ്ഞു. എന്തായാലും അസുഖം വന്ന സമയത്ത് ദൈവത്തിന് വിളിച്ചപ്പോൾ ദൈവമായിട്ടാണ് അത് കുറവാക്കിയത്. ദൈവത്തിന് ഞങ്ങൾ മുട്ടപ്പാട്ട് എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. ഇവിടെ വീട്ടിനകത്തിരുന്ന് ദൈവത്തിന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിനെ വിളിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് പോകുന്നതാക്കാൻ നമുക്ക് തോന്നുന്നത്. നമ്മൾ എവിടെ ചെന്നാലും ഈ കടലിലേക്ക് കാല് വെക്കുമ്പോഴത്തേന് തന്നെ നമ്മുടെ കൂടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ മനസ്സിലുണ്ട്.
ആ വിശ്വാസം വെച്ചാണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്. ജോലിക്ക് പോകുന്നതും വരുന്നതും മത്സ്യം കിട്ടുന്നതും കിട്ടാതെ വരുന്നതും എല്ലാം. ദൈവത്തിന് വിളിക്കാതെ എങ്ങും പോകത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ റോഡിലോട്ട് പോയാലും ദൈവത്തിന് പറഞ്ഞേ പോകത്തുള്ളൂ. എങ്കിലും ദൈവമുള്ള നമുക്ക് കൂട്ട്. ഞങ്ങളുടെയൊക്കെ തന്തമാര കാലഘട്ടത്തിലുള്ള ഒരു പെരുന്നാളാണ് ഈ ശക്തിയുടെ പള്ളിയിൽ. മാതാവിൻ്റെയും പുണ്യാളിൻ്റെയും 2 പെരുന്നാളുണ്ട്. ഒന്ന് ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലും ഒന്ന് ഫെബ്രുവരി മാസത്തിലുമാണ് പെരുന്നാൾ. അപ്പോൾ ആഡംബരമായിട്ട് ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും ഫെബ്രുവരിയിലെ പെരുന്നാളിനാണ്. അത് പ്രദക്ഷിണമൊക്കെ വെച്ച് ലൈറ്റൊക്കെ രാജ്യം മൊത്തം ലൈറ്റൊക്കെ ഇണക്കി വണ്ടിക്കകത്ത് രൂപമൊക്കെ കയറ്റി കൊണ്ടുവന്ന് ഊരിയിട്ട് ഇവിടുന്ന് ശക്തിയുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശക്തിയുടെ സ്റ്റാൻഡ് കറങ്ങി മര്യാദം കറങ്ങി ഇങ്ങനെ പഴയ റോഡുകളൊക്കെ കയറി തിരിച്ച് വീണ്ടും രാത്രി 1 മണിയൊക്കെ ആവും 2 മണിയൊക്കെ ആവും പള്ളിയിൽ ആ പ്രദക്ഷിണം കൊണ്ടുവെക്കാൻ. എഴുന്നള്ളത്ത് കൊണ്ടുവെക്കാൻ 1 മണിയാവും. അതിന് നേർച്ചയും കാര്യമൊക്കെ ഇട്ട് പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയി സന്തോഷം. വീട്ടിലെ കുടുംബക്കാരും മക്കളും തന്തമാരും തള്ളമാരും മക്കളും ചെറുമക്കളും എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് സന്തോഷമായിട്ട് ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കും. പെരുന്നാളിൻ്റെ ചടങ്ങ് അതാണ്. അത് ഞങ്ങൾ ഈ ബോട്ടിനകത്തിരുന്ന് തന്നെ കടലിൽ കിടക്കുകയാണെന്ന് എല്ലാവരുടെ കൂടി ഇരുന്ന് പടത്തിന് മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. കടലിൽ കിടക്കുകയാണെങ്കിൽ കരയാണെങ്കിൽ പിന്നെ അവരുടെ വീടുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. കടലിൽ എല്ലാവരുടെ കിടക്കാതെ എല്ലാവരും ഒരു വീട്ടിലെ ആൾക്കാരാണെന്നും പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ദൈവത്തെ വിളിക്കും. ദൈവത്തെ വിളിച്ചിട്ട് കിടക്കും. ഭക്ഷണമൊക്കെ കഴിച്ചും കൊണ്ട് രാത്രി ബോട്ടിൽ തന്നെ കിടക്കത്തുള്ളൂ. ഉറങ്ങുന്നവരുണ്ട്, ഉറങ്ങാത്തവരുണ്ട്, കപ്പൽ വരുന്നോ എല്ലാം വരുന്നില്ലെന്നോ നോക്കിയിരിക്കുന്നവരുണ്ട്. കാറ്റും മഴയും എല്ലാം വരുമെന്നൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട്. ബോട്ടിലെ ജീവിതം അങ്ങനെയാണ്. 8 പേര് 7 പേര് 10 പേരൊക്കെ കാണും. വള്ളത്തിലെ കഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ നമ്മൾ പങ്കായം വെച്ച് തൊഴുന്നാണ് പോകുന്നത്. കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ശ്വാസം മുട്ടി പ്രയാസപ്പെട്ടൊക്കെയാണ് ഈ വള്ളം തൊഴുന്നത് എങ്ങനെയും കര പിടിക്കുന്നത്. മൂപ്പിൽ ഞങ്ങൾ 4 പേരെ കാണത്തുള്ളൂ. ഈ 4 പങ്കായം വെച്ച് തൊഴുന്ന് മണിക്കൂറുകൾ രാവിലെ കിടക്കാൻ പാച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം കര വരത്തുള്ളൂ. ഈ കാറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് കര വരത്തില്ല. വള്ളം തൊഴുന്ന് കഷ്ടപ്പെട്ടേ വരത്തുള്ളൂ. കുഴഞ്ഞൊക്കെ വീണിട്ടുണ്ട്. വെള്ളം പോലും കുടിക്കാനൊക്കത്തില്ല. വെള്ളം കിട്ടത്തില്ല കുടിക്കാൻ. വെള്ളമില്ലല്ലോ കുടിക്കാൻ. വെള്ളം കര വന്നേ കുടിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുള്ള ജീവിതമായിരുന്നു. അതൊക്കെ അങ്ങനെ മാറി വന്നപ്പോൾ പിന്നെ ഈ വോട്ട് പ്രസ്ഥാനം വന്നപ്പം കുറച്ചുകൂടെ മാറ്റം വന്ന് ആഴ്ചക്കണക്കിന് കടലിൽ കിടക്കുന്നവരുണ്ട്. ദിവസക്കണക്കിന് കടലിൽ കിടക്കുന്നവരുണ്ട്. 2 ദിവസം 3 ദിവസം കഴിയുമ്പം വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇപ്പോഴത്തെ മത്സ്യബന്ധനം നടത്തുന്നത്. അപ്പോൾ അന്നേരം അവിടെ എല്ലാവരും ഒന്ന് തന്നെയാണ്. അവിടെ വേർതിർത്തിയില്ല. ഒരാളിന് ഒരു അസുഖം വന്നാൽ തന്നെ എല്ലാവരും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് അയാളെ എങ്ങനെയും കരയെത്തിക്കാൻ നോക്കും. ബോട്ട് ഓടിച്ച് കര കൊണ്ടുവന്ന് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് കയറി ആശുപത്രിയിലാക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇന്ന ആളൊന്നുമില്ല, ഇന്ന ജാതിക്കാരന്മാരെ ഇന്ന ആളൊന്നുമില്ല, ഏത് സ്ഥലക്കാരൊന്നുമില്ല. അവനെ അപ്പോഴേ കൊണ്ട് രക്ഷപ്പെടുത്താനേ ഞങ്ങൾ നോക്കത്തുള്ളൂ. കര നമ്മൾ നോക്കിയിട്ട് ഇന്ന സ്ഥലത്ത് നിൽക്കാതെ അവിടെ അടുപ്പിച്ച് വള്ളത്തിൽ ആളെ ഇറക്കി വണ്ടി പിടിച്ച് ബോട്ട് ആലപ്പുഴയോ കൊച്ചിയോ അല്ലെങ്കിൽ കായംകുളത്തോ എവിടെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാളെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഒറ്റ പണിയേ ഉള്ളൂ. അല്ലാതെ അയാൾ ബോട്ട് ഇട്ടേക്കത്തില്ല. ബോട്ട് വെച്ചാൽ ഒരാൾക്ക് ഒരു അസുഖം വന്ന് അങ്ങനെ ചെയ്യുന്നത്.
അല്ലെങ്കിൽ ബോട്ടോടി ഇവിടെ അടുത്ത് നിൽക്കാനും ബോട്ടോടി കര വരും. ഹാർബറിനകത്ത് കയറിയിട്ട് അയാളിനെ അപ്പോഴേ വണ്ടിക്കകത്ത് കയറി ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ബോട്ടെന്ന് പറഞ്ഞാൽ വലിയ ഇത് പാടുന്നില്ല. മത്സ്യബന്ധനത്തിന് പോകുമ്പോഴുള്ള മത്സ്യം കിട്ടുമ്പോഴുള്ള പാടേ ഉള്ളൂ. നല്ല സുഖമാണ്. വലയൊക്കെ പിടിച്ചേറ്റുന്ന കഷ്ടപ്പാടേ ഉള്ളൂ. മത്സ്യം കിട്ടുമ്പോൾ ഒരു ഉത്സാഹമാണ് ജോലി എടുക്കാനൊക്കെ. അപ്പോൾ കാശ് കിട്ടുമല്ലോ എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരുടെ തമാശയും കാര്യമൊക്കെ പറഞ്ഞ് ദൈവത്തിനെ വിളിച്ചോണ്ടിരിക്കും. വൈകുന്നേരം കടലിൽ ആങ്കർ ചെയ്യുമ്പം എല്ലാവരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥന നടത്തും. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കും. മാതാവിനോട് ഏറ്റവും മുട്ടിപ്പാട്ട് പറയും. മാതാവെ, ഞങ്ങൾ അങ്ങേരെ മടിയിൽ കാത്തോളണേ. ഞങ്ങൾ മക്കൾ വേലയ്ക്ക് വന്നതാണ്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള അരിയുടെ വായിക്കുള്ള മത്സ്യം തന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ച് ഞങ്ങളെ കര കൊണ്ടുവരണേ മാതാവെ എന്ന് വിളിക്കും. മാതാവ് ഞങ്ങൾക്ക് എപ്പോഴും തുണയായിട്ട് നിൽക്കണമെന്ന് പറയും. മാതാവാണ് ഞങ്ങൾക്ക് ഇതെല്ലാം വഴികാട്ടി തരുന്നത്. കഴിക്കാൻ ആഹാരമില്ലാതെ നേരത്തോട് നേരം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയിരിക്കും. എവിടുന്നെങ്കിലും നാഴി അരി എവിടുന്നെങ്കിലും കടയിൽ നിന്ന് പോയി മേടിക്കാനുള്ള കാശ് ഒപ്പിച്ച് കൊണ്ടുവന്ന് മേടിച്ച് വെച്ച് അമ്മ കഞ്ഞി വെച്ച് തന്നതിന് ശേഷം നമുക്ക് കുടിക്കാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കടന്നാണ് ഞങ്ങൾ ജീവിച്ചത്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് പറയാനൊക്കാത്തൊരു ജീവിതമാണ്. കാരണം വെച്ചും വെക്കാതെയും കുടിച്ചും കുടിക്കാതെയൊക്കെ നടന്ന് വേലയ്ക്ക് പോയി കിട്ടിയും കിട്ടാതെയും മുമ്പിൽ അപ്പന്മാരും ഞങ്ങളൊക്കെ വേലയ്ക്ക് ഒന്നും കിട്ടാറുമ്പോൾ ഭയങ്കരമായ ദേഷ്യമാണ്. കയ്യിലൊന്നും ഇല്ലല്ലോ വീട്ടിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഭയങ്കരമായ ദേഷ്യത്തിൽ അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് കുത്തി കയറി ഇരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യും. അത് എവിടെന്നെങ്കിലും അമ്മ എവിടെയെങ്കിലും കടം മേടിച്ചെങ്കിലും അല്ല കാശുള്ളവരെ വീട്ടിൽ ചെന്ന് കടം മേടിച്ച് കാശ് മേടിച്ചുകൊണ്ട് വന്ന് അരി മേടിച്ച് കഞ്ഞി വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. തന്തയ്ക്കും മക്കൾക്ക് എല്ലാവരും തരും. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി തീർന്നപ്പോൾ പുരോഗമനം പോയി മത്സ്യം കിട്ടി. വള്ളത്തിൽ പോയി മത്സ്യം കിട്ടിയാലേ ബോട്ടിൽ പോയി മത്സ്യം പിടിച്ചിട്ട് വന്ന് അങ്ങനെ നമ്മൾ കൊടുത്ത് കാശ് മേടിച്ച് കാശായി നമ്മുടെ ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ മാറി മാറി വന്നപ്പോൾ കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ പേര് സാറ എന്നാണ്. എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങൾ വേലയ്ക്ക് പോകുമ്പം മാതാവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മക്കളും ഭർത്താവും വേലയ്ക്ക് പോകുന്നിടത്ത് മത്സ്യം കിട്ടണേ, അവരൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള വക കിട്ടണേ, അവർ കര കൊണ്ടുവരണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരാഹാരം വെച്ച് വെച്ചിട്ട് ഞങ്ങൾ വരാതെ കാത്തിരിക്കും. ഞങ്ങൾ വരുന്നവരെ കാത്തിരിക്കും. വരുമ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂടിയിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് കൊന്തയും പഠിച്ച് മാതാവിനെയും വിളിച്ചുകൊണ്ടേ കിടക്കത്തോളൂ. അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന പഠിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് ഏറ്റവും കൂടുതൽ കൊന്ത പഠിക്കുന്നത്. പകലൊന്നുമില്ല, രാത്രിയൊന്നുമില്ല, വെളുപ്പാങ്കാലമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് ഈടൊക്കെ റോഡിലോട്ടൊക്കെ പോവുകയോ വരികയൊക്കെ ചെയ്യും. എല്ലാവരെങ്കിലും കൂട്ടുകാരെ കടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ നേരം കൊണ്ട് ഇവിടെ നമ്മുടെ ഭാര്യ ഇരുന്ന് കൊന്ത പഠിക്കത്തേ ഉള്ളൂ. മാതാവിനെ വിളിക്കത്തേ ഉള്ളൂ. മാതാവാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നിൽക്കുന്നത്. എല്ലാ വീട്ടിലും ഉണ്ട് മാതാവിൻ്റെ പടം. ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ദൈവം മാതാവ് ഞങ്ങളുടെ കൂടെ എന്ന് ഞങ്ങൾ ഇത്രയും ഇന്ന് വരെ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. ഈ വന്ന ആ അസുഖത്തിൽ നിന്നായാലും ദാരിദ്ര്യത്തിൽ നിന്നായാലും ഈ കഷ്ടപ്പാടിൽ നിന്നായാലും എല്ലാത്തിനും മാതാവ് ഞങ്ങളെ കാത്തുരക്ഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. എനിക്കിപ്പോൾ 74 വയസ്സുണ്ട്. 74 വയസ്സിനകത്ത് 3-4 അസുഖം വന്നു. ഒരു അറ്റാക്ക് വന്നു, ഒരു ക്യാൻസർ രോഗം വന്നു, അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നു. ഈ ഇപ്പം ഇതെല്ലാം പോയിട്ട് ശ്വാസം മുട്ടായി. അങ്ങനെ ജോലിക്കൊന്നും ബാധ 2 വർഷം കൊണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുക. അതുകൊണ്ട് മാതാവിനെ വിളിച്ച് താഴെ കൊണ്ടുവരിക, ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. പിന്നെ നമ്മുടെ വീട്ടുകാർ ജോലിക്ക് പോകും, ഹാർബറിൽ പോകും. അവിടെ പോയി എന്തെങ്കിലും കിട്ടും, 10-20-300 രൂപ കിട്ടും. അതുകൊണ്ട് വന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇവിടെ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത് അങ്ങനെ ദൈവത്തിന് 1 കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്.